ജേണി ബേർഡ്സ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന മുസിരിസ് എന്ന പൈതൃക ഗ്രാമത്തിലൂടെ നമുക്ക് പോയാലോ? മുസിരിസ് എന്നാൽ എന്താണെന്ന് ആദ്യം അറിയണ്ടേ? ലോകത്തിലെ തന്നെ ഒരു പ്രധാന വാണിജ്യ തുറമുഖമെന്ന് അനുമാനിക്കപ്പെടുന്ന സ്ഥലമാണ് മുസിരിസ്. സുഗന്ധദ്രവ്യങ്ങൾ മുതൽ അമൂല്യമായ രത്നങ്ങൾ വരെയും ഇതുവഴി കച്ചവടം നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രമുഖ വാണിജ്യ കേന്ദ്രമായിരുന്ന മുസിരിസ് ഈജിപ്തുകാർ, അറബികൾ, ഗ്രീക്കുകാർ, റോമൻസ് തുടങ്ങിയവരൊക്കെയാണ് അവിടെ വന്ന് കച്ചവടം നടത്തിയിരുന്നത്. ചേര നഗരമായ ഇന്നത്തെ കൊടുങ്ങല്ലൂരാണ് മുസിരിസ് എന്നായിരുന്നു പുരാവസ്തു ഗവേഷകർ ആദ്യം കണ്ടെത്തിയിരുന്നത്. എന്നാൽ പിന്നീട് നടന്ന ഖനനത്തിൽ വിശാലമായ പ്രദേശത്ത് പരന്നു കിടക്കുന്ന പട്ടണങ്ങളുടെ ഒരു സാംസ്കാരിക സഞ്ചയമാണ് പൊതുവിൽ മുസിരിസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്ന് കരുതപ്പെടുന്നു. എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ മുതൽ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വരെ നീണ്ടു കിടക്കുന്നതാണ് മുസിരിസ് പൈതൃക സംരക്ഷണ മേഖല. ശിലാലിഖിതങ്ങൾ, വസ്ത്രങ്ങൾ, പൗരാണിക നാണയങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, ചിത്രങ്ങൾ ആലേഖനം ചെയ്ത വസ്ത്രങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ പ്രദേശങ്ങളിൽ നിന്ന് പുരാവസ്തു ഗവേഷകർ ഖനനം ചെയ്തെടുക്കുകയുണ്ടായി. യൂറോപ്യൻ സഞ്ചാരികളുടെ രചനകളിലും മുസിരിസിനെ കുറിച്ച് പരാമർശമുണ്ട്. 5-ാം നൂറ്റാണ്ടിൽ റോമൻ തുറമുഖങ്ങൾ നാശോന്മുഖമായത് മുതലാണ് മുസിരിസ് പ്രാബല്യത്തിൽ വരുന്നത്. ധനുഷ്കോടി പട്ടണം നാമാവശേഷമായതുപോലെ 14-ാം നൂറ്റാണ്ടിൽ പെരിയാറിലെ പ്രളയത്തിൽ മുസിരിസും നാമാവശേഷമായി എന്നാണ് ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അതീവ സമ്പന്നമായ ഒരു തുറമുഖ സംസ്കാരത്തിന്റെ അവശേഷിപ്പും ഓർമ്മപ്പെടുത്തലുമായി മുസിരിസ് ഇന്നും നിലകൊള്ളുന്നുണ്ട്. മുസിരിസിലെ ഈ അവശേഷിപ്പുകളിലൂടെ ഒരു യാത്രയാണ് ഞങ്ങളുടെ ലക്ഷ്യം. പൈതൃക വഴിയിലെ പ്രധാന ആകർഷണങ്ങളായ ഡച്ച് മാതൃകയിൽ പണികഴിപ്പിച്ച പാലിയം കൊട്ടാരം, സിനഗോഗ്, കോട്ടപ്പുറം കോട്ട, പള്ളിപ്പുറം കോട്ട, സഹോദരൻ അയ്യപ്പൻ സ്മാരകം തുടങ്ങിയ പൈതൃക സംരക്ഷണ മേഖലയിലെ കാഴ്ചകൾ നമുക്ക് കാണാം. കരയിൽ നിന്നും കടലിൽ നിന്നുമുള്ള ആക്രമണങ്ങളെ സമർത്ഥമായി ചെറുക്കാൻ സാധ്യമായ സ്ഥലത്താണ് കോട്ടപ്പുറം കോട്ട പോർച്ചുഗീസ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ചെറിയ കുന്നിൻപുറം ഉൾപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. അകത്ത് കൊത്തളങ്ങളും വെടിക്കോപ്പ് ശാലകളും ഉൾപ്പെടെയുള്ള കോട്ട ചെങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പറവൂർ മാർക്കറ്റും കായലും ചേർന്ന സ്ഥലത്ത് ട്രേഡ് നടത്തുന്നതിന് വേണ്ടിയാണ് ജൂതന്മാർ കേരളത്തിലേക്ക് എത്തുന്നത്. അവരുടെ പ്രാർത്ഥനകൾക്കും വിശ്രമത്തിനുമായി അതിനടുത്ത് തന്നെയായി അവരുടെ ആചാരങ്ങളും കേരള വാസ്തുവിദ്യയും ചേർത്ത് ഒരു ജൂതപ്പള്ളി നിർമ്മിക്കുകയുണ്ടായി. പടിപ്പുര കവാടം മുതൽ ആർക്ക് വരെ കാണാൻ കഴിയുന്ന ഒരു നേർരേഖയായിട്ടാണ് ഇതിന്റെ നിർമ്മിതി. 1950ഓടെ ഇവിടെ നിന്നും ജൂതന്മാർ ഇസ്രായേലിലേക്ക് തിരിച്ചു പോവുകയുണ്ടായി. അതിനുശേഷം 2009 മുസിരിസ് പ്രോജക്റ്റിന്റെ ഭാഗമായി ഇതിനെ ഒരു ചരിത്ര മ്യൂസിയമാക്കി മാറ്റുകയാണ് ചെയ്തത്. ഞങ്ങൾ നടന്ന പൈതൃക കാഴ്ചകളുടെ വീഡിയോകൾ അടുത്ത എപ്പിസോഡുകളിലായി ഇനിയും വരുന്നതാണ്. എല്ലാവരും ഞങ്ങളെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.